വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലിനെ ആണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയിലെ ക്യാൻഡിലും കഴിഞ്ഞ ആഴ്ചയിലെ ക്യാൻഡിലും പിന്നെ ചേർത്തിട്ടാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത്. ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്ന ഏരിയനെയാണ്. നിയറസ്റ്റ് സ്ട്രക്ചറൽ ചേഞ്ച് തന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് താഴെ മറ്റൊരു ഏരിയയും കൂടി ഉണ്ട്. ഇതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നിലവിൽ മാർക്കറ്റ് ഈ രണ്ട് ലൈനിൻ്റെ മുകളിലായതുകൊണ്ട് ഇത് രണ്ടിനും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അതിനെ റെസിസ്റ്റൻസ് എന്നുള്ള ഇതിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്ന ഒരു ഇംബാലൻസ് ആണ്. ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ വീക്കിലിയിൽ മാർക്ക് ചെയ്യാനുള്ളത് മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കിൻ്റെ ലോയിനെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഏരിയ ആണ്. അതിന് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്നത്. വീക്കിലി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചുകൂടി കൂടുതൽ അനാലിസിസ് നടത്താം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലേക്കാണ് പോകുന്നത്. വൺ ഡേ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇത് നേരത്തെ വരച്ച ഒരു ബ്രേക്ക് ഔട്ട് ഏരിയ, അതായത് ഈ ഒരു ഏരിയയുടെ മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരമായിട്ട് ഒരു കൺസോളേഷൻ നിൽക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈഡ് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ പോലും ഒരു കൺസോളേഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീക്കിലിയിൽ റെസിസ്റ്റൻസ് വരച്ച ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ കൺസോളേഷൻ നടക്കുന്നത്. ഇനി ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിനെയാണ്. ഡേയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ വീക്കിലിയിൽ വരച്ചതാണ്. എന്തായാലും വീക്കിലിയിൽ വരച്ച ആ സപ്പോർട്ട് ഏരിയ വലുതായതുകൊണ്ട് നമ്മളൊന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൊണ്ട് താഴോട്ടേക്ക് വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് കൂടി കിടക്കുന്നുണ്ട്. ഡേ ഇംബാലൻസ് കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡേയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കുറച്ചും കൂടി നല്ല അനാലിസിസ് നടത്താൻ ശ്രമിക്കാം. അതിനു മുൻപ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗോൾഡിനെ സംബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 6 മണിക്കാണ്. 6 മണിക്ക് കോർ PCI പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലിയാണ് വരുന്നത്. അതിൻ്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അതിൻ്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് 0.2% ആയിരുന്നു. ഫോർകാസ്റ്റും വരുന്ന 0.2% ആണ്. ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവാനും സാധ്യതയുണ്ട്. തിരിച്ചാണെങ്കിൽ ഗോൾഡ് സ്ട്രോങ് ആവുകയും കറൻസി വീക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ന്യൂസ് ശ്രദ്ധിച്ചതിന് ശേഷം ട്രേഡ് ചെയ്യുക. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്കാണ് വരുന്നത്. ഒരു വീക്ക്നെസ്സോട് കൂടിയാണ് താഴോട്ടേക്കാണ് വരുന്നത്. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്തുകൊണ്ടാണ് വരാനുള്ള സാധ്യത എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻട്രി പോയിന്റ്സുകളും കാര്യങ്ങളെല്ലാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നത് 4 ഹവറിലാണ്. 4 ഹവറിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു കൺസോളേഷൻ നടന്നിട്ടുണ്ട് ഈ ഏരിയയിൽ. നല്ലൊരു കൺസോളേഷൻ നടന്നു കഴിഞ്ഞിട്ട് ആ കൺസോളേഷൻ ബ്രേക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ റെഡ് ലൈൻ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ റെഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോയിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു കൺസോളേഷൻ തരുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ കൺസോളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും തോറും അവിടെ സെല്ലേഴ്സ് പ്രഷർ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓരോ തവണ മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയ, കൺസോളേഷൻ നടന്ന റെസിസ്റ്റൻസ് ഏരിയനെ നമ്മൾ ഒരിക്കൽ കൂടി ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് വീക്കിലിയിലും ഡേയിലും ചെയ്തതാണ്. എന്നാൽ കൂടി ഒരിക്കൽ കൂടി 4 ഹവറിൻ്റെ കൂടി റെസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി താഴെയുള്ള ഒരു സപ്പോർട്ട്, അതായത് ഈ ഒരു ഏരിയനെ, റെഡ് ലൈൻ നമ്മൾ വരച്ച ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്.
ഇനി ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. ഇതിൽ ആ ഒരു ക്യാൻഡിലിലെ ലോയിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലൂയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഫോർവേഡിലേക്ക് താഴോട്ട് പോകുന്ന സമയത്ത് വീണ്ടും സപ്പോർട്ട് ഏരിയകളുണ്ട്. ഈ ഒരു ഏരിയ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ് ഏരിയകൾ. ഈ ഏരിയനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തവണയും കൂടി പറയുന്നുണ്ട്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി നോക്കാം. ഇനി 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ 4 അവറിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ തവണയും മുകളിലോട്ട് പോകുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് വരുന്നുണ്ട്. ഒരു തവണ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് വന്നു, എന്നിട്ട് അതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറിപ്പോയി. വീണ്ടും അവിടെ തന്നെ വീണ്ടും റിജക്ഷൻ വന്നിട്ടുണ്ട്. വീണ്ടും റിജക്ഷൻ വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലോ, നേരത്തെ വരച്ച ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബ്രേക്ക് ചെയ്യും എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ, ഈ ഒരു 4 റൗണ്ട് സപ്പോർട്ട് വരച്ച ഏരിയയിലേക്ക് എത്താനും സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു സെൽ എൻട്രി ഉണ്ട്. ആ സെൽ എൻട്രി എന്താണെന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം, പോയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയകൾ 1 അവറിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇതിനോട്ട് താഴോട്ട് ഇറങ്ങി ഏറെക്കുറെ ഈ ഒരു വിക്കിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി ഒരു ബൈ എൻട്രി, നമുക്ക് ഇപ്പോൾ ഒരു സെൽ എൻട്രി കാണുന്നുണ്ട്. സെൽ എൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ നിൽക്കുന്ന ക്യാൻഡിൽ ഈ കുറച്ചും കൂടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടി ഇപ്പോൾ തന്നെ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു സെൽ എൻട്രി കിട്ടാം. സെൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ സെൽ എൻട്രി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാൻഡിലിൻ്റെ ലോയാണ്. ആ ലോയും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ താഴോട്ടേക്ക് വരച്ച ഈ ലൈനിൽ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ ഇതാണ് ഇപ്പോഴത്തെ കാണുന്ന സെൽ എൻട്രി. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയയും കൂടി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്യണം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആയെന്ന് കൺഫേം ചെയ്യണം. അതൊരു ഡീപ്പ് പുൾ ബാക്കിനാണോ വരുന്നത് എന്നുള്ളത് നോക്കണം. അതുകൊണ്ടാണ് കൺഫർമേഷൻ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ടാർഗറ്റ് ഇപ്പോൾ ഈ മാർക്കറ്റ് ഇറങ്ങി വരുന്നിടത്ത് ഒരു പക്ഷേ എന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം. അവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ട് വീണ്ടും മാർക്കറ്റ് കൺസോളേഷൻ കുറച്ച് നേരം നിന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി 1 അവറിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയാസ് ഒരുപാടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. നേരത്തെ 4 അവറിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 1 അവറിലും കൂടി നോക്കാം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. 4 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സെൽ എൻട്രി, നല്ലൊരു ഫോഴ്സ്ഫുള്ളായ ഒരു സെൽ എൻട്രി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ആണ്, വീക്ക്ലി ഇംബാലൻസ് ആണ്. ആ വീക്ക്ലി ഇംബാലൻസിൻ്റെ ലോയിൽ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഇന്ന് പിടിക്ക് എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എത്തുകയാണെങ്കിൽ തന്നെ വലിയൊരു വീഴ്ച വരണം. അപ്പോൾ ആ ഒരു വലിയൊരു വീഴ്ച ഇന്ന് സംഭവിക്കാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്തത് മാത്രം. അവിടേക്ക് വരികയാണെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഒരു ബൈ എൻട്രിക്ക് നോക്കാം. ബൈ എൻട്രി നോക്കുന്നത് എപ്പോഴും കൺഫർമേഷനോട് കൂടി ആയിരിക്കണം. കാരണം മുകളിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. പലവട്ടം വന്നിട്ടും ഒരേ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ട്രോങ് സപ്പോർട്ടിലേക്കായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് അവിടെ നിന്നൊരു വിത്ത് കൺഫർമേഷനോട് കൂടി നല്ലൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് ഇപ്പോൾ സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം.
അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ 50 മിനിറ്റ്സിലോട്ട് പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഒരു എൻട്രി മിസ്സായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇതിൽ ഒരു എൻട്രി വേണമെങ്കിൽ വെക്കാം. പക്ഷെ അതൊരു റിസ്കി എൻട്രി ആയിട്ട് തോന്നുന്നുണ്ട്. മിസ്സായി പോയി. ഓൾറെഡി ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നിന്ന് എവിടെയെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ 2 ഏരിയ ആയിരിക്കും. ഇതും അതിൻ്റെ തൊട്ട് താഴെയുള്ള സിംഗിൾ ലോയി ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതും അതിൻ്റെ താഴെയുള്ള സിംഗിൾ ലോയി ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി സെക്കൻഡ് ടാർഗറ്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട്. എന്നിട്ടായിരിക്കും വീണ്ടും താഴോട്ടേക്ക് വരുന്നത്. അപ്പോൾ രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് അടുത്തടുത്ത് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സാധ്യതയാണ്. പക്ഷേ ഇപ്പോൾ ഈ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ബൈ ചാൻസ് കിട്ടാനുണ്ട്. അപ്പോൾ ഒരു കൺഫർമേഷനോട് കൂടി ഒരു ബൈ എടുക്കുകയാണെങ്കിൽ അതും വലിയൊരു ബൈയിലേക്ക് നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മറ്റൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മുകളിലോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ വരെ നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എൻട്രി പോയിന്റ് വെച്ചിരിക്കുന്ന ഇതുവരെയും നോക്കാം. ടാർഗറ്റ് നോക്കാം. ചെറിയൊരു ടാർഗറ്റ് ആയിരിക്കും. സ്കാൽപ്പിങ്ങിനൊക്കെ നോക്കുന്ന രീതിയിൽ ഒരു 50-60 വീക്കിൻ്റെ ടാർഗറ്റ് ആയിരിക്കും. അങ്ങനെ നോക്കാവുന്നതാണ്. ബൈ എൻട്രി നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ഏരിയാസ് പറഞ്ഞിരുന്നു. ബൈ എൻട്രി 1 ഹവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലേക്ക് ഒന്നുകൂടി പോവാം. ഒന്നുകൂടി പോയിട്ട് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടാനുള്ള ഏരിയ ഉണ്ടോ എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫർമേഷൻ ഒരുവിധം മാർക്കറ്റ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്ക് തന്നെയാണ്. ഇവിടെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി അപ് ട്രെൻഡിലേക്ക് എടുക്കാം. അപ് ട്രെൻഡിലേക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്കുള്ള വലിയൊരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ടുണ്ടാവും. ആ സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ബൈ എൻട്രി ഡെഫിനറ്റ്ലി എടുക്കാം. ഒരുപക്ഷെ അതൊരു വീക്ക്നെസ് കാണിച്ചിട്ടാണെങ്കിൽ അതായത് ഈ ഏരിയയിൽ വന്നിട്ട് വീക്ക്നെസ് കാണിച്ചിട്ടുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരാം. 4 ഹവറിൻ്റെയും 1 ഡേ ചാർട്ടിലൊക്കെ അടയാളപ്പെടുത്തിയ, വീക്കിലി ചാർട്ടിലൊക്കെ അടയാളപ്പെടുത്തിയ സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഇന്നൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ട്രേഡ്വുഡിൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ സ്ട്രാറ്റജിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ചെറിയ ചെറിയ ട്രേഡുകളാണെങ്കിൽ പോലും ട്രേഡ് എടുത്ത് കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ട്രേഡ്വുഡിൻ്റെ ഭാഗമായി ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് കൂടി ആശംസിക്കുന്നു.